100,000 സബ്സ്ക്രൈബേഴ്സ് ഏതൊരു യൂട്യൂബറിനും ഡ്രീമാണ് അല്ലേ? അപ്പോൾ ഖത്തർ മലയാളി യൂട്യൂബേഴ്സിലെ ഒരു മെമ്പറിന് ഇന്ന് 100,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനുള്ള വഴിയിലാണ് ഞങ്ങൾ ക്യൂമയിലെ കുറച്ച് പേര്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, SND വ്ളോഗ്സിലെ ദേവി. ഇനി രണ്ടുപേരും കൂടെ വരാനുണ്ട്, മഞ്ജു, ലിജി. അപ്പോൾ അവരുടെ മത്തർക്കതി മെട്രോ സ്റ്റേഷനിൽ വരും. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ 7 മണിക്ക് എത്താന്ന് പറഞ്ഞ മഞ്ജു, ലിജി ഇതപ്പോ 7:30 എത്തിയിട്ടുണ്ട്. അതാണ്. അപ്പൊ ഞങ്ങൾ 4 പേര്, ദേവി, മഞ്ജു, ലിജി, പിന്നെ ഞങ്ങൾ എല്ലാരും എവിടെ വെച്ച് കണ്ടുപിട്ടി? FFCയുടെ പാർക്കിംഗ് വെച്ച് കണ്ടുപിട്ടി. ഇനി നേരെ സിമിയുടെ വീട്ടിലേക്ക്. സിമി ഫെമിന ഒരേ ബിൽഡിങ്ങിലാണ്. അപ്പൊ സിമിനോട് പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട് 7 മണിയാകുമ്പോ ഫെമിനെ വീട്ടിൽ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിർത്തണമെന്ന്. അപ്പൊ സിമി പറഞ്ഞിട്ടുള്ളത് സിമിയുടെ ലാപ്ടോപ്പ് വർക്ക് ആവുന്നില്ല, അപ്പൊ ഫെമിനയുടെ ലാപ്ടോപ്പ് വേണം. അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഫെമിനയുടെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ഫെമിനയുടെ വീട്ടിലെത്തി. സിൽവർ ബട്ടൺ ഒച്ചുണ്ടാക്കാതെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫെമിനയുടെ വീട് അവിടെ ഉണ്ട്. കച്ചറ ാണ് 100,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ മലയാളം ചാനൽ എന്നാണ് ചാനലിന്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്ത് 100,000 എത്ര ആക്കണം? 10 lakhs or 50 lakhs. ഇതൊരു വലിയ കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മളിത് ആഘോഷിച്ചേ പറ്റും. ചെറിയൊരു ഉപകാരം. സന്തോഷമുണ്ട്, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ സർപ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്? സർപ്രൈസിനെ കുറിച്ച് എന്താ പറയാ, ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഇതാണല്ലോ, ഒരു 1 lakh സബ്സ്ക്രൈബർ. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണല്ലോ. 2015 ചാനൽ തുടങ്ങിയ. ആക്റ്റീവ് ആയത് എനിക്ക് 2017 തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ ചാനലില് എനിക്ക് 3 ചാനലുണ്ട്. അതില് ഈ ചാനലിൽ ആക്റ്റീവ് ആയത് ഞാൻ ഏകദേശം 2017. മറ്റുള്ള ചാനൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ശേഷം മുഖമൊക്കെ പറഞ്ഞതിന് ശേഷം ഉണ്ട്. സിമി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സിമി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഇവള് വരുന്നുണ്ട്, ഇവൾക്ക് എന്തോ ഇവിടെ ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞു കമ്പ്യൂട്ടറില്. ഞങ്ങളെന്താ പ്ലാൻ? 7 മണിക്ക് ഞങ്ങൾ വരുമ്പോ ഫെമിന ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഉണ്ടാവണ്ടേ, ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞേ. എങ്ങനെയുണ്ട് പ്ലാൻ? അങ്ങനല്ല അതിന്റെ ഒരു മധുരം കൂടുള്ളൂ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ഉച്ചക്ക് ഇക്കാനോട് പറഞ്ഞു, എന്നിട്ട് എല്ലാവരും കൂടി വിളിച്ചിട്ട് നമുക്ക് നടത്താന്നൊക്കെ വരുന്ന ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അതിന് മുന്നേ മെസ്സേജ് ഇട്ടതാ. അപ്പൊ ലുബിനയുടെ മെസ്സേജ് ഇതൊരു റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവർ പുറത്ത് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. റിപ്ലൈ ഇപ്പൊ ഇടും, എന്നിട്ട് അയച്ചു. 2 വോയിസ് മെസ്സേജും കൂടെ ഞാൻ അങ്ങോട്ട് അയച്ചു. ഭയങ്കര ഗൂഢാലോചന. സർപ്രൈസ് കഴിഞ്ഞാൽ അടുത്ത വെന്യൂലേക്ക് പോവാണ്. അടുത്ത വെന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇബാദക്കാടെ കൂടെ ഡിന്നറിന് വേണ്ടി ദേപ്പൂട്ടിലേക്ക് പോവാണ്. സോ അവിടേക്ക് പോവാം. പിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
നമ്മുടെ ലിജി അവിടെ ഇരുന്നിട്ട് എവിടെ ലിജിനെ കാണാനല്ലോ മൊബൈലിൽ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടാൻ. പുട്ട് നമുക്ക് പുട്ട് പോയിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ ജയപുട്ട് വരുമ്പോൾ ഈ ചായ കാലിച്ചായ ഫ്രീ ആണ്. പക്ഷെ കാലിച്ചായ എന്ന് പറയാൻ പറ്റില്ല, അതിൽ അത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അല്ല ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. കട്ടില്ല ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ചായയുടെ പൊടിയും വെള്ളവും പഞ്ചസാരയും മസ്റ്റാണ്. ശുഭരാത്രി ശുഭരാത്രി വാങ്ങിയാൽ മതിയായിരുന്നു. ശുഭരാത്രി വാങ്ങിയാൽ മതിയായിരുന്നു. നാടോടി മഞ്ഞളിൽ എന്താ ഉള്ളത്? നാടോടി മഞ്ഞളിൽ ഫിഷ് ഉണ്ട്, പുട്ടുണ്ട്, എന്തോ ഒരു സാധനം. അപ്പൊ ഞങ്ങള് ഫെമിനയുടെ അവിടുത്തെ സർപ്രൈസ് കഴിഞ്ഞിട്ട് നേരെ ദേവൂട്ടിലേക്ക് എത്തി. നമ്മുടെ ബാതുക്കട കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ. എല്ലാവരും പല പല ടൈപ്സിലുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രം പുട്ടും കടലയാണ് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ ടൈപ്പ് ഫുഡ് കോമ്പിനേഷൻ ഉണ്ടായാലും നമ്മുടെ പുട്ടും കടലയുടെ ടേസ്റ്റ് അത് വേറെ ഒന്നും ഉണ്ടാവില്ല. എന്റെ വ്ളോഗിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അതാ എപ്പൊ നോക്കിയാലും മഞ്ജു ഉണ്ട്. എന്ന് മഞ്ജു കൂടെ ഉള്ളായിരുന്നു ശരിക്കും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞാനെപ്പോ ക്യാമറ ഓൺ ചെയ്താൽ അപ്പൊ ബാക്കിൽ ചട്ടിങ്കലോ വരും. അപ്പൊ ഞങ്ങള് ഒരു ഡിന്നർ, നല്ല അടിപൊളി ഡിന്നർ ദേവൂട്ടിൽ വന്ന് കഴിച്ചു. എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ ഫൈനൽ ബൈ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഫെമിനയ്ക്കുള്ള സർപ്രൈസ് കഴിഞ്ഞ് ഇവിടെ ദേവൂട്ടി വന്ന് ഫുഡ് അടിച്ചു. അങ്ങനെ ജെഫിനെയും കയ്യിൽ കിട്ടി. ജെഫ് തന്ന് ഫുൾ ഡേ കറക്കമായിരുന്നു. ഇപ്പോഴാണ് ജെഫിന്റെ കയ്യിൽ കിട്ടിയത്. ഫുൾ ഡേ കറക്കായിരുന്നു. ഈ ബാധക എൻജോയ് ചെയ്തു. കുറച്ച് ടയർഡായി പുള്ളിക്കാരൻ. ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയി. ലേറ്റ് നൈറ്റ് അല്ല, ഓൾമോസ്റ്റ് നൈറ്റ് ആയി. 9:30 ആയി. ഞങ്ങള് വീട്ടിൽ പോകും എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തൊരു വ്ളോഗിലൂടെ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 10,000 സബ്സ്ക്രൈബർ പെട്ടെന്നാവട്ടെ. 100,000 ഒക്കെ എത്ര വലിയ നമ്പറാ. അതൊക്കെ എപ്പോഴാ 6,500 ഇങ്ങനെ ഞെരങ്ങി നിൽക്കുകയാണ്. നിങ്ങളൊന്നൊരു എല്ലാവരും ഉത്സാഹിച്ചിട്ട് ഒരു 4,000 എങ്ങനെ ആക്കിയത്. ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ജോയിൻ ചെയ്താണ്. ഈ ഒക്ടോബർ 18th ആകുമ്പോ 1 year ആകും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങൾ അന്ന് ഇവിടെ ഉണ്ടാവില്ല. 10,000 സബ് ആയിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങൾ ഖത്തറിലുണ്ടാവില്ല. ഞങ്ങള് യാത്രയിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാം. ഭയങ്കര സങ്കടം 10,000 ആയില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കുണ്ട് സങ്കടം എല്ലാവർക്കും ഉണ്ടാവില്ലേ 10,000 ആയാലും ഇങ്ങനത്തെ രസമുള്ള. അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണുന്നവരെ ലുബ്ന, ജെഫിൻ, ലുബ്ന.